ഈ ചെങ്ങന്നൂരെ പ്രളയകാലത്തെ അനുഭവമൊക്കെ അവരിപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുകയാണ്. അതൊരിക്കലും ചെങ്ങന്നൂരുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ രാജ്യത്ത് ഉള്ള മലയാളിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ MLA ആയി തൊട്ട് അടുത്ത മാസമാണ് ഈ സംഭവം നടന്നത്. പ്രളയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പകച്ചുപോയി. കാരണം ഈ വെള്ളം സാധാരണ മഴ പെയ്യും, വെള്ളം ഒഴുകി വരും, അത് നമ്മുടെ മുറ്റത്തൂടൊക്കെ അങ്ങ് പോവും. പക്ഷേ ഇത് പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇത് അടിക്കടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നിലവിളിക്കുന്ന ഭാഗം ഞാൻ മാത്രം പറയാം, ബാക്കി എൻ്റെ വിശദാംശങ്ങൾ പോകുന്നുണ്ട്. ഞാനൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, ഈ 28-ാം തീയതി പ്രകാശനമുണ്ട് ഈ പ്രളയത്തെ പറ്റി, പ്രളയാനുഭവങ്ങൾ. കാരണം അത് എഴുതണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പം ഞാൻ എഴുതണമെന്ന് തീരുമാനിച്ചത് എൻ്റെ കാലശേഷം എൻ്റെ തലമുറ അത് അറിയണം. കാരണം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഒരു 3 ആളുകളുടെ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവരിക. ഒരു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും ഒരു കൊച്ചു മകൻ്റെയും ഡെഡ് ബോഡി കൊണ്ടുവരിക. 4ാമത്തെ ഒരു സ്ത്രീ അബോധാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഈ ജനലേ കയറി ഇങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും മുകളിലത്തെ കമ്പിയിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷർമാൻ മത്സ്യത്തൊഴിലാളികളാണ് അവർ ആ സമയത്ത് റെസ്ക്യൂവിന് പോകുന്നത്. അവർ നമ്മളിത് കിട്ടി, ഞാനപ്പം തന്നെ ഡയറക്ഷൻ കൊടുത്തു, ഇന്ന ഭാഗത്ത് ഇവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്, മംഗലം പ്രദേശത്താണ്, നിങ്ങൾ പോകണമെന്ന്. ഇവർ വള്ളത്തിൽ ഇവരവിടെ ചെന്നു. വള്ളത്തിൽ പറഞ്ഞാൽ നിലയില്ലാതെ വെള്ളത്തിൽ കൂടെയാണല്ലോ പോകുന്നത്, എല്ലായിടവും വെള്ളമാണ്. അപ്പോൾ ഇവരവിടെ ചെന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ രക്ഷിച്ചു. അവരോട് ചോദിച്ചു അപ്പുറത്താലിലോട്ടെന്ന് ചോദിച്ചു, പറഞ്ഞു അവരെല്ലാം പോയെന്ന് പറഞ്ഞു. അവർ ചിലപ്പോൾ ബോധപൂർവ്വം പറഞ്ഞതല്ല, അവർ പറഞ്ഞു. പക്ഷേ ഇവർ തിരിച്ചു പോന്നപ്പോൾ നമുക്ക് വീണ്ടും ഇൻഫർമേഷൻ കിട്ടി, ഈ വീട്ടിൽ ഇവർ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇവരോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോയതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഈ റോഡും ഒന്നും അറിയത്തില്ലല്ലോ. നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കണം, ഏതെങ്കിലും ഒരു പള്ളിയുടെ കുരിശോ അല്ലെ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഉയരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവർ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ 3 ആളും മരിച്ച് ഈ വീടിനകത്ത് ഒഴുകിക്കൊണ്ട് കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുക. ഈ സ്ത്രീ മരണത്തിലേക്ക് അടുത്തു. ഒരു അരമണിക്കൂറുടെ താമസം സ്ത്രീ മരിച്ചു പോയി. അപ്പോൾ ഇതെടുത്ത് അവിടുന്ന് പിന്നെ ഇവർ വെള്ളത്തെ കയറ്റി നേരെ ഈ ബോഡി കൊണ്ടുവന്നു നമ്മളെ നിൽക്കുന്ന താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അത് നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്താ? അപ്പോൾ 24 ആൾ മരിച്ചു, 24 പേരുടെ ബോഡി, 24 മരണമായി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൈവിട്ടു പോകും. കാരണം 1.25 ലക്ഷം ആളുകളെ ഫിഷർമാൻ രക്ഷപ്പെടുത്തി. ഇവരെല്ലാം ക്യാമ്പിൽ കിടക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം, അവർക്ക് മറ്റാവശ്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് മാത്രം പോരായിരുന്നു. കാരണം ഗവൺമെൻറ് എത്ര ഉണ്ടെന്ന് എനിക്ക് അത്രയും തന്നെ ആളുകൾ പുറത്തൊറ്റപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്റർ വഴി നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, മരുന്ന്, ഭക്ഷണം, ഇത് ആകാശം വഴി എത്തിച്ചേ പറ്റൂ. ആ വേദനയും ആണ് ആ പ്രതികരണത്തിലൂടെ. ആ സമയത്ത് പിന്നെ ജനപ്രതിനിധി ഒന്നും നോക്കാൻ പറ്റൂ നമുക്ക്? നമ്മൾ ലോകത്തോട് പറയും, എനിക്ക് ഹെലികോപ്റ്റർ തരാൻ പറഞ്ഞു. കാരണം ഹെലികോപ്റ്റർ ചോദിച്ചു തരുന്നില്ല. 15-ാം തീയതി ചോദിച്ചു, 16-ാം തീയതി ചോദിച്ചു, 17-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്നത് മഴയാണ്. ഞാൻ ഡൽഹിയിൽ ബഹുമാനെ പ്രധാനമന്ത്രിയുടെ ആഫീസ് വരെയായിട്ട് എനിക്കറിയാവുന്നവരെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടു, എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന മുഴുവൻ കാര്യം അദ്ദേഹം നേരിട്ട് ചെയ്തു. ഇപ്പോൾ CMDRF അവരുടെ ടീമിനെ വിട്ടു, ഫിഷർമാൻ സൊസൈറ്റിയെ മൊത്തം അവർ ചെയ്തു. പിന്നെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരാവുന്നതിന് വന്നു. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ലോകത്തോട് കാര്യം പറയുക, കാരണം കൈവിട്ടു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ശരത്തെ 4 ഹെലികോപ്റ്ററാണ്. തലേന്നത്തെ ആ ഒരു വല്ലാത്ത നിലവിളിയായിരുന്നു. അത് വിളിച്ചേ പറ്റൂ. ആ സമയത്തും സജി ചെറിയാനെന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കത്തില്ല. അതെൻ്റെ ഒരു സ്വഭാവം അങ്ങനെ. ആ സമയത്തൊന്നും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആ സമയത്ത് ജനങ്ങൾ അപകടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജനപ്രതിനിധിയായിട്ട് എന്നെ ജയിപ്പിച്ചവരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തോ ജനപ്രതിനിധി. ആ സമയത്ത് അങ്ങനെ പറ്റത്തുള്ളൂ, വേറെ അന്നേരം മാർഗമൊന്നുമില്ല. അപ്പോൾ ടെലിവിഷൻകാരെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു. ആ നിലവിളി ലോകം ഏറ്റെടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹെലികോപ്റ്റർ വന്ന് മാത്രമല്ല, ഈ ഹെലികോപ്റ്റർ കൊണ്ടുള്ള സാധനങ്ങളുണ്ട്. ഈ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ മരുന്ന്, വെള്ളം, പിന്നെ ബാക്കിയുള്ള നിങ്ങൾ മനസ്സിലായി 2 ലോഡ് ഫ്ലാസ്കാണ് വന്നത്. ചെങ്ങന്നൂരേക്ക് 2 വലിയ വണ്ടി ലോറിയില്ലേ, അത് ആന്ധ്രാപ്രദേശിൽ 2 ലോറിയാണ് ഫ്ലാസ്ക് കൊണ്ടുവന്നത്. എന്താ പിന്നെ അവിടെ നടന്നത്? കാരണം ഒരു തുണിക്ക് മറുതുണി ഇല്ലാതല്ലേ 1.25 ലക്ഷം ആൾ ക്യാമ്പിൽ കിടക്കുന്നത്. ഇവർ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഗവൺമെൻറ് മിഷനറി എല്ലാം നന്നായി സഹായിച്ചു എന്ന വസ്തുതയാണെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട സാഹചര്യത്തിൽ നമുക്ക് മരണം ഭയമായിപ്പോയി. ആ ഒരു പ്രതിസന്ധിയിൽ അത്
മാർഗമുള്ളായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് നമ്മളന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഗുണമുണ്ടായി. ഒരനുഭവമാണ്. നേരത്തെ ജി എസ് പ്രദീപ് പറഞ്ഞ പോലെ സോഹൻ, ഈ സാംസ്കാരിക മന്ത്രി എന്നൊക്കെ പറയുന്നത് കാലങ്ങളോളം അല്ലെങ്കിൽ തലമുറകളെ വരെ ആവേശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഇപ്പം ഈ നിലയിലൊക്കെ ജീവിതാനുഭവമുള്ള ഒരാളാണ് പിന്നീട് സിനിമാ മന്ത്രിയായും സാംസ്കാരിക മന്ത്രിയുമായി ഒക്കെ വന്നത്. സോഹൻ, നിങ്ങളുടെ സിനിമാ മേഖല മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ മന്ത്രിയെയും അദ്ദേഹം ഈ വകുപ്പിനെ കൈകാര്യം ചെയ്തതിനെയും ശ്രദ്ധിച്ചിട്ടുള്ളത്? ആദ്യമായിട്ട് ഇപ്പോൾ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ചലച്ചിത്ര തൊഴിലാളികളുടെ ദീർഘകാലത്തെ ഒരാവശ്യമായിരുന്നു തൊഴിൽ സമയം 12 മണിക്കൂറായിട്ടെങ്കിലും നിജപ്പെടുത്തണം എന്നുള്ളത്. അതിന് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള ചർച്ച നടക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണകരമായി മാറിയത് അങ്ങ് സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവ് തന്നെയാണ്. അപ്പോൾ സിനിമാ കോൺക്ലേവിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആദ്യം അങ്ങ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു ചില മുറുമുറുപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു സുരക്ഷിതത്വം സിനിമാ മേഖലയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതുപോലെ തന്നെ സ്ത്രീ സംവിധായകരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആയിട്ടുള്ള നമ്മുടെ പരിപാടി, അതേപോലെ പിന്നോക്ക വിഭാഗത്തിന് സിനിമ, ഇതൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റമാണ്, അല്ലെങ്കിൽ വിപ്ലവകരമായ നേട്ടമാണ്. ഇതൊക്കെ ചലച്ചിത്ര മേഖല വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. മുൻപ് എങ്ങും ഉണ്ടായിട്ടില്ല. അതേപോലെ IFFKയുടെ നടത്തിപ്പ് മറ്റ് കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് മികച്ച സിനിമകൾ വളരെ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ അതൊക്കെ നടത്തി. അതിൻ്റെയൊക്കെ ഏകോപനത്തിൽ ഇപ്പോൾ ഇവരെല്ലാവരും മിനിസ്റ്ററെ അടുത്ത് കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് അകലെ നിന്നത് വീക്ഷിക്കുകയാണ് ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയിൽ. ഇപ്പോൾ സിനിമ കോൺക്ലേവിലേക്ക് തന്നെ വരികയാണെങ്കിൽ സോഹൻ, എൻ്റെ ഒരു സംശയം അവിടെ ഉള്ളത് ഇപ്പോൾ ഫിലിം കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ്. ഫിലിം കോൺക്ലേവ് കൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചാൽ സിനിമാക്കാരെന്ത് പറയും? അല്ല, ഒറ്റ ആളുകൾ വന്നു, ഒരു നയം രൂപീകരിച്ചു, രേഖ രൂപപ്പെടുത്തി. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു ആദ്യമേ, അതായത് ദീർഘകാലത്തെ ചലച്ചിത്ര തൊഴിലാളികളുടെ ഒരു ആഗ്രഹം, ആവശ്യമായിരുന്നു തൊഴിൽ സമയം 12 മണിക്കൂറെങ്കിലും നിജപ്പെടുത്തുക എന്നുള്ളത്. അത് ഈ കോൺക്ലേവായിട്ട് എങ്ങനെയാണ്? അത് കോൺക്ലേവിൽ വിശദമായ, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെയും അല്ലെങ്കിൽ ഈ ജീവിക്കാൻ വേണ്ടി ഓരോ ദിവസത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ്റെയൊക്കെ വിഷയങ്ങൾ സിനിമയിലെ മമ്മൂട്ടി, മോഹൻലാൽ മുതൽ വലിയ സംവിധായകർ മുതൽ എല്ലാ വിഭാഗവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആ ചർച്ചയിൽ നിന്നും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭക്ഷണം വിളമ്പുന്ന പ്രൊഡക്ഷൻ അസിസ്റ്റൻസിൻ്റെ ഒരു യൂണിയനുണ്ട്. അതിൻ്റെ സെക്രട്ടറി മിനിസ്റ്ററുടെ ചോദ്യോത്തര വേദിയിൽ നേരിട്ട് ചോദിച്ചു, മിനിസ്റ്റർ, ഞങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നില്ല. ഓർമ്മയുണ്ടോ മിനിസ്റ്റർ? അപ്പോൾ വളരെ ഹൃദയസ്പർക്കായ അതെ അവതരണമായിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? അതായത് അവർക്ക് ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വിശ്രമമില്ല. അതതിൻ്റെ ബേസിക്. അത് എല്ലാവർക്കും ആവശ്യം പോലെ ഭക്ഷണം വിളമ്പി കൊടുക്കുക, പക്ഷെ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അത്രമാത്രം ഒറ്റപ്പെട്ട, അല്ല അത്രമാത്രം വേദനിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഈ പറയുന്ന ഭക്ഷണം എടുക്കുന്ന തൊഴിലാളിക്ക്. അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാൻ കാരണം, ഈ സമയക്രമം നമ്മൾ നടപ്പിലാക്കിയപ്പോൾ ഇത് വലിയൊരു വിഷയമായിരുന്നു. മിനിസ്റ്ററുടെ ഇടപെടൽ വലിയ രീതിയിൽ അത് സ്വാധീനിക്കപ്പെട്ടു. കാരണം മറ്റുള്ളവരെല്ലാവരും 12 മണിക്കൂറേക്ക് സമയം ചുരുങ്ങുമ്പോഴും ഈ വിഭാഗം നമുക്ക് രാവിലെ ചായ തരണം, ഉച്ചക്ക് ഊണ് തരണം, വൈകിട്ട് ചായ തരണം, അവരുടെ തൊഴിൽ കുറയുന്നില്ല. അപ്പോൾ മിനിസ്റ്റർ അന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു വിഷയത്തിൽ ഞങ്ങളൊരു പ്രത്യേക ആലോചനയും അവർക്കൊരു പ്രത്യേക പരിരക്ഷയും ഒക്കെ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കലാകാരന്മാർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണെന്നാണ് പൊതുവെ പറയുന്നത്. ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ച കാര്യം, അവിടെ നിർമ്മാതാവുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറുണ്ട്, തിയേറ്റർ ഉടമയുണ്ട്, വലിയ നടൻ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെയുണ്ട്, പല മേഖലയിലുള്ള ടെക്നീഷ്യന്മാരുണ്ട്. ഇവരുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം മറുപടി പ്രസംഗത്തിൽ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ഹൃദയം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങ് ഹൃദയം കൊണ്ടും അവരോട് സംവദിച്ചു എന്നുള്ളതാണ്. എനിക്കൊരു അനുഭവം കൂടി പറയാനുള്ളത്, ഈ പ്രളയത്തിന് ശേഷം അങ്ങയുടെ മണ്ഡലത്തിൽ മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാൾക്ക് കരയാൻ മാത്രമല്ല കേട്ടോ, ഇയാൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ കൈ പിടിച്ച് വരെ വലിച്ചുകൊണ്ട് മിനിസ്റ്റർ പോവുകയായിരുന്നു.
അപ്പോൾ അതൊക്കെ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് വലിയ അത്ഭുതവും വലിയ ആവേശവുമാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അത് വളരെ രസമാണ്. കരയാൻ മാത്രമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ മമ്മൂക്ക അടക്കമുള്ള ആളുകളുമായിട്ട് ഈ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ, സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തൊരു അനുഭവം ഈ കാലയളവിൽ മന്ത്രിക്കുണ്ട്. മമ്മൂക്ക, പിന്നെ മോഹൻലാൽ, പിന്നെ പൃഥ്വിരാജ്, ജയറാം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മാനസിക ബന്ധമാണ്. കാരണം പലർക്കും അറിയാത്ത ബന്ധമുണ്ട്. കാരണം അത് ഈ 2010 പ്രളയമാണ്. അതിൽ ഈ മമ്മൂക്ക വരുമെന്ന് പറഞ്ഞാൽ ഒരു 1.5 വരവായിരുന്നു. 1.5 വരവാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ടെൻസ്ഡാണ്. ഈ നമ്മുടെ ഈ ആളുകൾ താമസിക്കുന്ന ക്യാമ്പിൽ ഒന്നുമില്ലല്ലോ, എല്ലാം ഓടിക്കൂടി കയറുമല്ലേ. അപ്പം നിലവിളിയാണ്, സങ്കടമാണ്, എല്ലാം നഷ്ടപ്പെട്ടു. തിരിച്ചു ചെല്ലുമ്പോൾ ഒന്നുമില്ല. ആ വീടിനകത്തുള്ള മുഴുവൻ വീട്ടുപകരണങ്ങൾ നശിച്ചു, വളർത്തുമൃഗങ്ങളെല്ലാം ചത്തുപോയി, വണ്ടിയെല്ലാം പിടിച്ചു പോയി, ഒന്നുമില്ലാതെ കൂടി കയറുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വരവ്, അത് പറഞ്ഞറിയില്ല, സോദരൻ ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം ഭയങ്കര മലയാളത്തിൻ്റെ അഭിമാനമല്ലേ, മൂടങ്ങ് മാറി. അപ്പോഴത്തെ എല്ലാം കൂടെ മമ്മൂക്കോ എന്ന് പറഞ്ഞ കൂടെ അരച്ച് കയറി. അവിടെ ആ മാനസികമായ അവരുടെ പിരിമുറുക്കം അങ്ങോട്ടങ്ങ് പോയി. എനിക്ക് ഈ മനുഷ്യനെ മറക്കാൻ പറ്റുമോ? മന്ത്രിയായപ്പോഴോ? മന്ത്രിയായപ്പോൾ അതിനേക്കാൾ വലിയ സ്നേഹം, എന്നോട് വലിയ സ്നേഹമാണ്. മന്ത്രിയായപ്പോഴും ആ സ്നേഹമുണ്ട്. അതൊരു ആത്മബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഈ 2012 ജയറാം വരുന്നത് 3 ലോഡ് ഡ്രസ്സുമായിട്ടാണ്, തുണി. അതേ ഇതുപോലെ തന്നെ വന്നിട്ട് തുണി ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല തുണി ഇല്ലല്ലോ, ഇട്ട വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആളുകൾ. അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഈ മിമിക്സ് നമുക്ക് ഒത്തിരി, അവിടെ എല്ലാം പുള്ളി വന്ന് മിമിക്സ്, ഓരോ അവിടെ ചെന്ന് സ്ട്രെസ് കൊടുക്കുക, പുള്ളി 2 വർത്താനം, പഴയ മിമിക്രി ആർട്ടിസ്റ്റാണ്. അതെ, അടിക്കുക. അപ്പോഴത്തെ ആളുകൾക്ക് ഇങ്ങനെ ഇതേ മാത്രമല്ല, ഒരുപാട് മലയാള സിനിമ, പിന്നെ നമ്മുടെ മജീഷ്യൻ, നമ്മുടെ മുതുകാട്, ഇവരെ പോലുള്ള ഒരുപാട് ആളുകൾ വന്ന് കയറി ഈ ക്യാമ്പം കയ്യിലെടുത്തു. പിന്നെ നമ്മുടെ കൊച്ചു ആർട്ടിസ്റ്റുകൾ, അവർ തബലയും ഹാർമോണിയും എല്ലായിട്ട് വന്ന് അവർ ക്യാമ്പിൽ പാട്ടും. അപ്പോൾ ഈ ടെൻഷൻ അങ്ങ് മാറി, ജനത്തിന് ഒരു ആത്മവിശ്വാസമായി. അതെനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ചെങ്ങന്നൂരിൽ ആത്മവിശ്വാസം വന്നു. ഇപ്പോൾ ഇതെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ആത്മവിശ്വാസം തരാൻ വേണ്ടി ഇവരെ പോലുള്ള ആളുകൾ ചെയ്ത ഒരു പ്രവർത്തനം ഒരുപക്ഷെ വളരെ വലിയൊരു യാദൃച്ഛികതയാവാം. അത് 2020 തുടർഭരണം അല്ല, ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇവരോടുള്ള എൻ്റെ ഒരു മാനസിക ബന്ധം അങ്ങ് ഇഴുകിച്ചേർന്നു. മത്സ്യത്തൊഴിലാളികൾ വന്ന് സഹായിച്ചുകൂടി എനിക്ക് അവരോടുള്ള ആത്മബന്ധം ഭയങ്കരമായിട്ട്, സത്യത്തിൽ കൃത്യം 2 വകുപ്പ് കറങ്ങി എൻ്റെ വന്നു. പലരും എന്നോട് ചോദിച്ചു, ഈ വകുപ്പ് അത്ര വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ലെന്ന്. നമ്മുടെ ഞാൻ പറയുന്നത് പ്രാധാന്യം ഏത് വകുപ്പാണോ അത് കൊണ്ടു നടക്കുമ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നത്. ഈ 5 വർഷം ഫിഷർമാൻ സൊസൈറ്റിയിൽ ഞാൻ 6 മാസം രാജിവെച്ച് പോയ സമയത്താണ് സമരം നടന്നത്. ഒരു സമരവും നടന്നിട്ടില്ല. എതിരാളി ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ പ്രശ്നവും കേൾക്കും. ഇവരുടെ മേഖലയിൽ ഇവർ സമരം തുടങ്ങാൻ ഇവർ ആലോചിക്കാഞ്ഞിട്ടല്ല, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരിലേക്ക് ചെല്ലും, എന്താ പ്രശ്നം, നമുക്കവിടെ ഒരു തരക്കരമൊന്നുമില്ല. ഇപ്പോൾ അവസാനം ഇവർ സമരം പ്രഖ്യാപിച്ചു, വിളിച്ചിരുത്തി സംസാരിക്കും. ഒരു ഡയലോഗിലൂടെ തീരാവുന്നുള്ള എല്ലാ പ്രശ്നവും. ഈ വിഴിഞ്ഞം പ്രശ്നം തന്നെ 19 പ്രശ്നങ്ങൾ ഞാൻ മന്ത്രിയെ വന്നപ്പോൾ എൻ്റെ മുമ്പ് വന്ന 19 പ്രശ്നം പരിഹരിച്ചു. ഒരു ഡയലോഗിലൂടെ പോയപ്പോൾ ആ പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു ഗുണമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ പറ്റി ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് പറയണ്ടേ. ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടല്ലോ, നമ്മളൊന്ന് ചോദിക്കണമെന്നേ ഉള്ളൂ. മൂപ്പട്ടൊക്കെ ഒന്ന് ചോദിച്ച് ഈ വിഴിഞ്ഞത്തെ ആ കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും, മുന്നോട്ട് പൊക്കോളുക. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, അത് പൂർത്തീകരിക്കുന്ന എന്തെങ്കിലും തടസ്സം വന്നാൽ അവിടെ ഒരു പ്രശ്നമല്ല, പിന്തുണ കിട്ടും. അപ്പോൾ നല്ലൊരു ആത്മബലവും ആത്മവിശ്വാസവും നമുക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മറ്റ് സഹപ്രവർത്തന മന്ത്രിമാരും നന്നായി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.